നമസ്കാരം. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഏജൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ആൻഡ് അതോറിറ്റി ഓഫ് ആൻ ഏജൻസി, സബ് ഏജൻറ്റ്, റാറ്റിഫിക്കേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഭാഗം നമ്മൾ നോക്കുന്നത് വെച്ചാൽ റിവോക്കേഷൻ ഓഫ് അതോറിറ്റിയാണ്. സെക്ഷൻ 201 to 210, അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് ഏജൻസിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ടെർമിനേഷൻ ഓഫ് ആൻ ഏജൻസി? 201 വകുപ്പ് പ്രകാരം പറയുന്നത്, an agency is terminated by the principal revoking his authority, or by the agent renouncing the business of agency, or by the business of agency being completed, or by either the principal or agent dying or becoming unsound mind, or by the principal being adjudicated as an insolvent under the provisions of any act for the time being forced in the force for the relief of insolvent debtors. 6 സാഹചര്യങ്ങളിലാണ് എന്തായി പോണേ, നമ്മുടെ അതോറിറ്റി, ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്കഡ് അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആയി പോകുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രിൻസിപ്പിൾ തന്നെ അത് പിൻവലിക്കുക, അതോറിറ്റി പിൻവലിക്കുക. രണ്ടാമതായി പറഞ്ഞ ഏജൻറ്റ് അത് വേണ്ടാന്ന് വെക്കുക, അതിൽ നിന്ന് പിന്മാറുക. മൂന്നാമത്തേത് പറയുന്നത് വെച്ചാൽ പ്രിൻസിപ്പൽ ഏജൻസി, അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ബിസിനസ് ഓഫ് ആൻ ഏജൻസി ബീങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ, നാം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ഏജൻസി തുടങ്ങിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു വീട് വിൽക്കാനാണെന്ന് വിചാരിക്കാം. ഞാനൊരു വീട് വിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാനൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റിയ ആരെങ്കിലും കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏജൻറ്റ് നല്ല ആളെ കൊണ്ടുവന്നു, നമ്മൾ വീട് വിൽക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, വീട് വിൽക്കുക എന്നുള്ള പർപ്പസ് അവിടെ കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി എന്താണ് പറയുന്നത്, ആ ഏജൻസി ബിസിനസ് അവിടെ കംപ്ലീറ്റഡ് ആവുകയാണ്. അങ്ങനെയും എന്തായി പോകുന്നു, റിവോക്കഡായി പോകുന്നു അതോറിറ്റി, അല്ലേ. പിന്നെ പ്രിൻസിപ്പളിനോ ഏജൻറ്റോ മരണപ്പെടുകയോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ്, മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്തും ടെർമിനേറ്റ് ചെയ്ത് പോകും അതോറിറ്റി. പ്രിൻസിപ്പൽ ബീങ് അഡ്ജൂഡിക്കേറ്റഡ് ആസ് എ ഇൻസോൾവെൻറ്റ്, അതായത് കോടതി വഴിയൊക്കെ നമ്മൾ ഇൻസോൾവെൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലും പ്രിൻസിപ്പളിനെ ഇൻസോൾവെൻ്റ് ആയിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത് മൂലവും എന്തായി മാറുന്നു, ഏജൻസി ടെർമിനേറ്റഡ് ആയി പോകുന്നു. നെക്സ്റ്റ് 202 ആണ് പറയണേ. സെക്ഷൻ 202, ടെർമിനേഷൻ ഓഫ് ആൻ ഏജൻസി വേർ ഏജൻറ്റ് ഹാസ് എ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ, വേർ ദ ഏജൻറ്റ് ഹാസ് ഹിംസെൽഫ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി വിച്ച് ഫോംസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി ഏജൻസി. ഏജൻസി കനോട്ട് ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്പ്രസ് കോൺട്രാക്ട് ബി ടെർമിനേറ്റഡ് ടു ദ പ്രെജുഡൈസ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ്. എന്താ പറയണത്, ഏജൻറ്റിന് ഞാൻ ഒരു എക്സാമ്പിൾ വഴി പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഒരാൾക്ക് ഒരു 50,000 രൂപ ഒരാളുടെ നിന്ന് ഞാൻ കടം വാങ്ങുകയാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു 50,000 രൂപ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അതൊന്ന് വിൽക്കുകയും വേണം. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ കടം വാങ്ങിയിട്ടുള്ള വ്യക്തിനോട് എന്നെ പറയാണ്, എൻ്റെ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, നീ അത് വിറ്റ് തരുമോ എനിക്ക്, ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞിട്ട് നീ നമുക്ക് വിൽക്കാം, നിനക്ക് പറ്റിയ ആരെങ്കിലും നീ കൊണ്ടുപോരെ, ഞാനത് വിൽക്കാൻ പോവാണ്. അപ്പോൾ ആ വിറ്റ് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നിനക്ക് തരാനുള്ള 50,000 രൂപയും എന്താണെന്ന് വെച്ചാൽ നീ അതിൽ നിന്ന് എടുക്കുക. നിനക്ക് തരാനുള്ള 50,000 രൂപ നീ ആ വിറ്റ് കിട്ടുമ്പോൾ ആ എമൗണ്ടിൽ നിന്ന് നീ എടുത്തോ. നിനക്ക് ഞാൻ തരാം, ഞാൻ നിന്നിൽ നിന്ന് കടം വാങ്ങിയ 50,000 രൂപ ഈ ഭൂമി വിൽക്കുമ്പോൾ നീ എടുത്തോ. ഈ ഭൂമി വിൽക്കാൻ പറ്റിയ ആരെങ്കിലും നീ വാങ്ങാൻ പറ്റിയ ആരെങ്കിലും, എൻ്റെ ഈ 5 സെൻറ്റ് ഭൂമി വാങ്ങാൻ പറ്റിയ ആരെങ്കിലും നീ കൊണ്ടുവരികയും ചെയ്തോ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഏൽപ്പിക്കുന്ന ആ വ്യക്തി, അതായത് ഞാൻ 50,000 രൂപ കടം വാങ്ങിയ വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറമ്പ് വിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഒരു ഏജൻറ്റ് പോലെ പ്രവർത്തിക്കുന്ന ആ വ്യക്തിക്ക് എന്താണ്, ആ പ്രോപ്പർട്ടി ഒരു സബ്ജക്റ്റ് മാറ്ററിൽ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അയാളുടെ നിന്ന് 50,000 രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ പറമ്പ് വിറ്റ് ഒരാൾ നല്ല പറ്റിയ ആൾക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ പറമ്പ് വിറ്റ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള 50,000 രൂപ എപ്പോൾ കിട്ടുന്നു, ഇത് വിറ്റ് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക ആ ഏജൻസി ബിസിനസ്സിൽ, ആ പ്രോപ്പർ ടീമിൽ, സബ്ജക്റ്റ് മാറ്ററുമിൽ ഏജൻറ്റിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ എക്സാമ്പിൾ വഴി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഏജൻസി കനോട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് കോൺട്രാക്ട് ബി ടെർമിനേറ്റ് ടു ദ പ്രെജുഡൈസ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ആ സാഹചര്യത്തിൽ എന്താണ്, അയാളുടെ ഒരു ഇൻട്രസ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, വെൻ ദ പ്രിൻസിപ്പിൾ മേ റിവോക്ക് ദ ഏജൻറ്റ് authority, the principal may serve as is otherwise provided by the last preceding section, revoke the authorities given to his agent at any time before the authority has been exercised as to bind the principal. സ്വാഭാവികമായിട്ട്
പ്രിൻസിപ്പിള് അത് റിവോക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എപ്പോഴായിരിക്കണം? ആ അതോറിറ്റിയിൽ ഏജൻറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ ആ പവർ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നായിരിക്കണം എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രിൻസിപ്പിളിന് റിവോക്ക് ചെയ്യുകയാണെങ്കിൽ, ആ അതോറിറ്റി വേണ്ട എന്ന് വലിക്കുകയാണ് അല്ലെങ്കിൽ പിൻവലിക്കുകയാണെങ്കിൽ, ഏജൻറ്റ് വന്ന് അദ്ദേഹത്തിന് കൊടുത്ത പവറുകൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ വേണം എന്ത് ചെയ്യണമെങ്കിൽ, നമ്മളത് റിവോക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ, പ്രിൻസിപ്പിളിന് റിവോക്ക് ചെയ്യാൻ അപ്ലൈ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏജൻറ്റ് വന്നു ആ പവർ അതോറിറ്റി പവർ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് റൈറ്റ്സും ഒബ്ലിഗേഷൻസും ലീഗൽ ഇൻട്രസ്റ്റും ഒക്കെ വരുന്നുണ്ട് അതിൽ, അല്ലേ? അപ്പോൾ അതിന് മുന്നായിട്ട് വേണം, കാരണം ഓൾറെഡി തേർഡ് പാർട്ടിയൊക്കെ പിന്നെ ഇതിലോട്ട് വരും. അപ്പോൾ അതിന് മുന്നായിട്ട് വേണം എന്താ പറയുന്നത്, ഇദ്ദേഹത്തിന് ഇത് പിൻവലിക്കണമെങ്കിൽ. പക്ഷേ ഒരു ഇതുണ്ട്, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നേരത്തെ 202 പറഞ്ഞു, ഒരു ഏജൻറ്റിന് ആ സബ്ജക്റ്റ് മാറ്ററുമിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും എന്താണ്, പ്രിൻസിപ്പളിന് അങ്ങനെ പെട്ടെന്ന് ഇത് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് റിവോക്കേഷൻ വേർ അതോറിറ്റി ഹാസ് ബീൻ പാർഷ്യലി എക്സസൈസ്ഡ്. The principal cannot revoke the authority given to his agent after the authority has been partially exercised so far as regards such acts and obligation as arise from the already done in the agency. അതായത് നമ്മളിപ്പോൾ ഏജൻറ്റ് വന്നു, ഓക്കെ, ഒരു അതോറിറ്റി ക്രിയേറ്റ് ആയി, പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് ഒരു ഏജൻറ്റ് വന്നു, ഒരു ബിസിനസ് ഓഫ് ആൻ ഏജൻസി ക്രിയേറ്റഡ് ആയി, ഏജൻറ്റ് വന്ന് അദ്ദേഹം അതോറിറ്റി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു, അതായത് പാർഷ്യലി എക്സസൈസ്ഡ് ആണ്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒബ്ലിഗേഷൻസ്, കാരണം നമ്മൾ ആ ഏജൻറ്റിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പാർഷ്യലി എക്സസൈസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനുകളിലും നമുക്ക് എന്താ പറയണത്, റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പാർഷ്യലി നമ്മൾ ഏജൻറ്റ് അതിൽ വന്നു പ്രവർത്തിച്ച് തുടങ്ങി, എങ്ങനെയുള്ള സാഹചര്യത്തിലും പാർഷ്യലി എക്സസൈസ്ഡ് ആണ് അതോറിറ്റി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പ്രിൻസിപ്പിളിൽ 203 പറയുന്നുണ്ട്, ഈ ഏജൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നതിന് മുൻപേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിൻവലിക്കാം. എക്സെപ്റ്റ് അതിലെന്തായിരിക്കണം, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഏജൻസി കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് 202 പറയുന്ന ഒരു സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു, അല്ലേ? ഏജൻറ്റിന് അതിലൊരു ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആ സബ്ജക്റ്റ് മാറ്ററിലോ പ്രോപ്പർട്ടിയിലോ. ആ സമയം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പ്രിൻസിപ്പിളിന് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. പ്രിൻസിപ്പിൾ ഇത് ജസ്റ്റ് ഏൽപ്പിച്ചിട്ടുള്ളൂ, ഏജൻറ്റ് വന്നിട്ട് അതോറിറ്റി കൈകാര്യം ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണെങ്കിൽ പ്രിൻസിപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, അത് റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റും. സെക്ഷൻ 205 പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വേർ ദ കോമ്പൻസേഷൻ ഫോർ റിവോക്കേഷൻ ബൈ പ്രിൻസിപ്പിൾ ഓർ റിനൗൺസിയേഷൻ ബൈ ഏജൻറ്റ്, റിവോക്കേഷൻ ബൈ പ്രിൻസിപ്പിൾ ഓർ ആൻ റിനൗൺസിയേഷൻ ബൈ ഏജൻറ്റ്, വേർ ദർ ഇസ് എൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട് ദാറ്റ് ദ ഏജൻസി ഷുഡ് ബി കണ്ടിന്യൂഡ് ഫോർ എനി പീരിയഡ് ഓഫ് ടൈം, ദ പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പൻസേഷൻ ടു ദ ഏജൻറ്റ് or the agent to the principal as the case may be, any previous revocation or renunciation of the agency without sufficient cause. എന്താണ്, അതായത് ഒരു കോൺട്രാക്റ്റ്, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അതോറിറ്റി കൊടുത്തും കഴിഞ്ഞിട്ട് വരികയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഒരു പ്രിൻസിപ്പിൾ യാതൊരു കാരണവും ഇല്ലാണ്ടാണ് ആ അതോറിറ്റി റിവോക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഏജൻറ്റ് യാതൊരു കാരണവും ഇല്ലാണ്ടാണ് ആ ഏജൻസി ബിസിനസ് റിനൗൺസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെയാണ് ഇരുവരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിൻസിപ്പിളിന് ഏജൻറ്റിന് വേണ്ടി പ്രിൻസിപ്പിൾ റിവോക്ക് ചെയ്യുന്ന സമയത്ത്, യാതൊരു കാരണവുമില്ലാതെയാണ് അതോറിറ്റി റിവോക്ക് ചെയ്യുന്ന സമയത്ത് ഏജൻറ്റിന് കോമ്പൻസേഷൻ കൊടുക്കാനും, ഏജൻറ്റ് യാതൊരുവിധ കാരണങ്ങൾ കൂടി ഇല്ലാതെയാണ് അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് റിനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന് കോമ്പൻസേഷനും കൊടുക്കാനും അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 206 പറയുന്നത്, നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ഓഫ് റിനൗൺസിയേഷൻ. ദ റീസണബിൾ നോട്ടീസ് മസ്റ്റ് ബി ഗിവൺ ഫോർ സച്ച് റിവോക്കേഷൻ ഓർ റിനൗൺസിയേഷൻ, അതർവൈസ് ദ ഡാമേജ് ദർബൈ റിസൾട്ടിംഗ് ടു ദ പ്രിൻസിപ്പൽ ഓർ എൻ ഏജൻറ്റ് ആസ് ദ കേസ് മേ ബി മസ്റ്റ് ബി മെയ്ഡ് ഗുഡ് ടു ദ വൺ ബൈ അനദർ. അതായത് നമ്മളിപ്പോൾ ഇത് റിവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇത് റിവോക്ക് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ എന്താ പറയുക, റീസണബിൾ നോട്ടീസ് കൊടുത്തിരിക്കണം, അല്ലെ ഏജൻറ്റിന് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഏജൻറ്റ് ഇത് റിനൗൺസ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കും, റിനൗൺസിങ് ദ അതോറിറ്റി ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് പ്രിൻസിപ്പളിനും എന്തായിരിക്കണം, നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കണം. റീസണബിൾ നോട്ടീസ് മസ്റ്റ് ബി
ഗിവൺ ഗിവൺ ഓഫ് സച്ച് റിവോക്കേഷൻ ആൻഡ് റിനൗൺസിയേഷൻ. അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്താ ഉണ്ടാവുക, ഇവർക്ക് ഇരുവർക്കും അതിൻ്റെതായ ഡാമേജസ് അല്ലേ, അതിൻ്റെതായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ലേ, ഇന്ന് നാളെ കാലത്ത് വന്നിട്ട് പറയാണ് നീ ഇറങ്ങി പോയിക്കോളൂ, നീ ഇത് ചെയ്യണ്ട, നിനക്ക് ഈ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല എന്ന് പറയാണ് പ്രിൻസിപ്പൾ. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വന്നു കഴിഞ്ഞ് ഏജൻറ്റ് പറയാണ് എനിക്ക് നാളെ മുതൽ ഈ ജോലി ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഞാൻ പോവാണ് എന്നങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതിനൊരു റീസണബിൾ നോട്ടീസും മറ്റും കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് അതോറിറ്റി റിവോക്ക് ചെയ്യാനോ റിനൗൺസ് ചെയ്യാനോ പറ്റുകയുള്ളൂ. ആൻഡ് റിവോക്കേഷൻ ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ 207 പറയുന്നത് റിവോക്കേഷൻ ആൻഡ് റിനൗൺസിയേഷൻ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അല്ലേ. റിവോക്കേഷൻ ഓർ റിനൗൺസിയേഷൻ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ബൈ ഇംപ്ലൈഡ് ഇൻ ദ കോൺടാക്ട് ഓഫ് ദി പ്രിൻസിപ്പൾ ഓർ ആൻ ഏജന്റ് റെസ്പെക്റ്റീവ്ലി. നമ്മൾ പറയാം റിവോക്കേഷൻ റിനൗൺസിയേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ്ഡ് ഇംപ്ലൈഡ് ഇൻ ദ കണ്ടന്റ് അല്ലേ, സാഹചര്യങ്ങളിൽ നിന്നോ പെരുമാറ്റങ്ങളിൽ നിന്നോ ഒക്കെ എന്തായി മാറാം, റിവോക്കേഷനോ റിനൗൺസിയേഷൻ ഓഫ് ഏജന്റ് നടക്കാം, എക്സ്പ്രസോ ഇംപ്ലൈഡോ ആകാം. നെക്സ്റ്റ് പറയുന്നത് when the termination of agent's authority 208 ആണ്. when the termination of agent's authority take effect as to and as to the third persons, the termination of the authority of an agent does not so far as regards the agent take effect before it become known to him or so far as regards the third person before it's known to him. അതായത് എപ്പോഴാണോ അല്ലേ ഏജന്റ് അറിയാണ് എൻ്റെ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് എപ്പോഴാണോ അറിയുന്നേ അപ്പം മുതലാണ് അതിൻ്റെ ഇഫക്റ്റ് വരിക, മനസ്സിലായോ? അതേപോലെ തന്നെയാണ് എന്ത് തേർഡ് പേഴ്സണും അറിയുന്നത് എപ്പോഴായിരിക്കണം, അപ്പോൾ മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് വരുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ നോട്ടീസ് ഒന്നും കൊടുക്കാണ്ട് ഇത് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഏജന്റ് അറിഞ്ഞിട്ടില്ല, പ്രിൻസിപ്പൾ ഇത് റിവോക്ക് ചെയ്ത കാര്യം ഏജന്റ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പാടില്ല. ഇതെപ്പോഴാണ് ഈ റിവോക്കേഷനൊക്കെ എഫക്റ്റിൽ വരിക, എപ്പോഴാണ് പ്രിൻസിപ്പൾ ഇത് റിവോക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം നമ്മുടെ ഏജന്റ് അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ റീസണബിൾ നോട്ടീസ് എന്നുള്ളൊരു സംഭവം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുതലേ എന്താണ് ഈ റിവോക്കേഷൻ ആയാലും ടെർമിനേഷൻ ആയാലും എന്ത് പ്രാബല്യത്തിൽ വരുള്ളൂ. തേർഡ് പേഴ്സൻ്റെ കേസാണെങ്കിലും അങ്ങനെ തന്നെ, എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ചെവിട്ടിലെത്തണത് ഇത് റിവോക്കഡ് ആയി എന്ന്, അപ്പോൾ മാത്രമേ എന്താണ് ഈ റിവോക്കേഷനും ടെർമിനേഷനും എന്നുള്ള സംഭവം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. 209 the agent's duty on the termination of agency by the principal as death or insanity. When an agency is terminated by the principal dying or becoming of unsound mind, the agent is bound to take on behalf of representative of his late principal all the reasonable steps for protection and preservation of the interest entrusted to him. എന്താ പറയുന്നത്, അതായത് ഏജന്റ് എന്താ പറയുക, നമ്മുടെ പ്രിൻസിപ്പൾ മരിച്ചു അല്ലെങ്കിൽ പ്രിൻസിപ്പൾ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളിലൊക്കെ ആയുള്ള സിറ്റുവേഷൻ, ആ സാഹചര്യങ്ങളിൽ ഏജന്റിന് അങ്ങനെ കൈയൊഴിഞ്ഞ് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പ്രിൻസിപ്പൾ മരിക്കുകയോ അൺസൗണ്ട് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജന്റിന് അധികാരമുണ്ട് ബൗണ്ട് ടു ടേക്ക് ഓൺ ദ ബിഹാഫ് ഓഫ് അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടി, മരിച്ച പ്രിൻസിപ്പളിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടി ആക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഏജന്റിനുണ്ട്. ഏജന്റ് എന്താ ചെയ്യേണ്ടത്? ഓൾ റീസണബിൾ സ്റ്റെപ്പ് അല്ലേ, ഏറ്റവും നല്ല രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവരുടെ റൈറ്റും മറ്റുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും പറ്റും. അതെല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഉള്ള സമയത്തെ പോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്യണം. മരിച്ച പ്രിൻസിപ്പളിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടി ആക്ട് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റും മറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് പറയണേ? ഏജന്റിനുണ്ട്. കൈയൊഴിഞ്ഞു പോകാൻ പറ്റില്ല അല്ലേ, അങ്ങനെ കൈയൊഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടി കാണിട്ട് ഏജന്റിന് ആക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇത് 210 the termination of subagent's authority. The termination of a subagent authority. The termination of authority of an agent causes the termination subject to the rules here contained regarding the termination of agent's authority of the authority of all the subagent appointed by him. എന്താണ് പറയുന്നത്? അതായത് ഏജന്റിൻ്റെ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു സബ് ഏജന്റ് ആരാന്നുള്ളത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഏജന്റിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഏജന്റിൻ്റെ കീഴിൽ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ഏജന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏജന്റിൻ്റെ അതോറിറ്റി ഏജന്റ് അതോറിറ്റി പ്രിൻസിപ്പൾ റിവോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ സബ് ഏജന്റിന് അതോറിറ്റി ഉണ്ടോ? ഇല്ല. കാരണം
എപ്പോഴാണോ ഏജൻറ്റിൻ്റെ അതോറിറ്റി ഇല്ലാതാവുന്നേ ആ സമയത്ത് തന്നെ സബ് ഏജൻസിൻ്റെ അതോറിറ്റി എന്താവുന്നു, ഇല്ലാതാവുന്നു. ദ കോഡ് ടെർമിനേറ്റ്സ്, അല്ലേ, സൈമിൾട്ടേനിയസ്ലി ടെർമിനേറ്റഡ് ആണ്. എപ്പോഴാണ് ഏജൻറ്റിൻ്റെ അതോറിറ്റി ഇല്ലാണ്ടാവണേ, അപ്പോൾ തന്നെ സബ് ഏജൻറ്റിൻ്റെ അതോറിറ്റി ഇല്ലാണ്ടാവും. അതോറിറ്റി ഓഫ് സബ് ഏജൻസ് കോ ടെർമിനേറ്റഡ് വിത്ത് ദാറ്റ് ഓഫ് ദി അതോറിറ്റി. മനസ്സിലായോ? അതാണ് ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 201 to 210 ഇതാണ് നമ്മൾ പറയുന്നത് റിവോക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ആൻ ഏജൻസി പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഏജൻസ് ഡ്യൂട്ടി ടു പ്രിൻസിപ്പൽ എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിലെ ഏജൻസി ഒരു 3-4 ക്ലാസ് നമ്മുടെ കഴിഞ്ഞു. അത് ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും കാണുക, കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.